മമതാ ബാനർജി രാജ്യത്തോട് ചെയ്ത ഒരു വലിയ ചതിക്ക് പരിഹാരം കാണുകയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ. ആലോചിച്ച് നോക്കണം, 45,000 കോടി രൂപ വരെ രാജ്യത്തിന് ലഭിക്കാമായിരുന്ന ഒരു വമ്പൻ പദ്ധതി. വമ്പൻ പദ്ധതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ക്ഷാമം ഹോർമുസ് പ്രതിസന്ധിക്ക് ശേഷം എണ്ണയുടെ പേരിലാണ്. എന്നാൽ വലിയ തോതിൽ എണ്ണ നിക്ഷേപമുള്ള ഒരു സ്ഥലം ബംഗാളിലുണ്ട്. ഇത് കണ്ടെത്തി ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അവിടെ പര്യവേഷണം നടത്തി. 2018 പര്യവേഷണം നടത്തി. 2018 സെപ്റ്റംബർ 24 പര്യവേഷണം നടത്തി എണ്ണയുണ്ടെന്ന് കണ്ടെത്തി. എന്നിട്ട് അവിടെ മൈനിങ്ങിൻ്റെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു. 2020 ഡിസംബർ 20 അന്നത്തെ പെട്രോളിയം വകുപ്പ് മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ആ പദ്ധതി രാജ്യത്തിനായി പ്രഖ്യാപിച്ചു. ചെറിയ പദ്ധതിയല്ല. നേരത്തെ പറഞ്ഞതുപോലെ 45,000 കോടി മുതൽ 4.5 ലക്ഷം കോടി രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വമ്പൻ പദ്ധതി. 1000 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ONGC പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ, സംഭവം ഇതാണ്. കൊൽക്കത്തയിൽ നിന്ന് 48 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഈ അശോക് നഗറിലാണ് വലിയ തോതിൽ എണ്ണ നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 2020 എണ്ണ കണ്ടെത്തിയ എണ്ണ ഹാൽദിയയിലുള്ള റിഫൈനറിയിലേക്ക് അയച്ച് നമ്മൾ ശുദ്ധീകരിച്ചെടുത്തു. അപ്പോൾ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ഏറ്റവും മികച്ച, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രന്റ് ക്രൂഡിന് സമാനമായ എണ്ണ, ലൈറ്റ് വെറൈറ്റി APL ഗ്രാവിറ്റി 40-41 ഗ്രേഡിലുള്ള ക്രൂഡാണ് ഈ അശോക് നഗറിലുള്ളത്. അതിനുശേഷം നടത്തിയ പര്യവേഷണത്തിൽ കണ്ടു, ദീർഘകാലം നമുക്ക് അനുഭവിക്കാവുന്ന, ഖനനം ചെയ്യാവുന്ന എണ്ണയ്ക്ക് പുറമേ 4 കിണറുകൾ കൂടി കണ്ടെത്തി. 99 ചതുരശ്ര കിലോമീറ്റർ കൂടി ഖനനത്തിനായി കണ്ടെത്തണം. അങ്ങനെ 24 കോടി ബാരൽ എണ്ണയെങ്കിലും അശോക് നഗറിൽ നിന്ന് കുഴിച്ചെടുക്കാമെന്ന് കണ്ടെത്തി. അതുകൂടാതെ 4 കിണറുകളിൽ നിന്നായി അളവറ്റ തോതിൽ പ്രകൃതിവാതകം അതും ലഭിക്കുമെന്ന് കണ്ടെത്തി. പക്ഷേ അത് മൈൻ ചെയ്യാൻ മമത സമ്മതിക്കത്തില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, കേന്ദ്ര സർക്കാരല്ലേ, പെട്രോളിയം മന്ത്രാലയം? അതെ, ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന എല്ലാ സമ്പത്തുകളുടെയും കസ്റ്റോഡിയൻ കേന്ദ്ര സർക്കാരാണ്. പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. അതായത് ഓഫ് ഷോറും ഓൺ ഷോറും ഉണ്ട്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ കടലിലുണ്ടാവുന്ന എല്ലാ എണ്ണയും മൈൻ ചെയ്തെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സ്വമേധയാ ചെയ്യാം. എന്നാൽ ഓഫ് ഷോർ എന്ന് പറയുന്നത് കരയിലാണ്. കരപ്രദേശം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്നതല്ല, അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെടുന്നതാണ്. ഓർക്കുന്നില്ലേ, ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ BSFന് വേണ്ടി വേലി കെട്ടണം. 241 കിലോമീറ്ററിൽ വേലി കെട്ടണം. മമതാ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കില്ല. ഹൈക്കോടതിയിൽ കേസായി, തർക്കമായി. കഴിഞ്ഞ 10 വർഷക്കാലവും മമതാ സർക്കാർ വേലി കെട്ടാൻ സമ്മതിക്കില്ല. അവസാനം ഇപ്പോൾ ഇതാ സുവേന്ദു അധികാരി വന്നതിന് ശേഷം വലിയ തോതിൽ ഫെൻസിങ് നടക്കുകയാണ്. എന്തിനാണ് വേലി കെട്ടാൻ സമ്മതിക്കാത്തത്? വേലിയില്ലാത്ത ഭാഗത്തുകൂടി വലിയ തോതിൽ ബംഗ്ലാദേശി മുസ്ലിമുകൾ പശ്ചിമ ബംഗാളിലേക്ക് കടന്നു കയറി വരണം. അവർക്കൊക്കെ വോട്ടർ കാർഡും കൊടുത്ത്, റേഷൻ കാർഡും കൊടുത്ത്, വീട്ടു നമ്പറും കൊടുത്ത്, വൈദ്യുതിയും കൊടുത്ത് മമത തൻ്റെ വോട്ട് ബാങ്കാക്കി മാറ്റും. അതിനു വേണ്ടിയിട്ട് വേലി കെട്ടാൻ സമ്മതിക്കില്ല. മമത പറഞ്ഞ ന്യായം എന്താണ്? 241 കിലോമീറ്ററല്ലേ ഉള്ളൂ, അവിടെയൊക്കെ BSFുകാരെ കാവൽ നിർത്താൻ. 240 കിലോമീറ്റർ പ്രദേശത്ത് BSFുകാരെ കാവൽ നിർത്തണം എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഈ മമതാ ബാനർജി. അവരാണ് ഈ പറയുന്നത് പോലെ ONGCക്ക് അശോക് നഗറിലെ ഭൂമി വിട്ടുകൊടുക്കേണ്ടത്. അവർ ഭൂമി വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇപ്പോൾ ഖനനം ചെയ്യേണ്ട, കേന്ദ്ര സർക്കാർ അങ്ങനെ എണ്ണ ഉണ്ടാക്കണ്ട, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എണ്ണ ഉണ്ടാക്കണ്ട. അവർ റോയൽറ്റി, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങിയ തർക്കങ്ങൾ, അതായത് എത്ര കിട്ടും, ഞങ്ങൾക്ക് എത്ര കിട്ടും, എണ്ണ ഖനനം ചെയ്താൽ പശ്ചിമ ബംഗാൾ സർക്കാരിന് എത്ര കിട്ടും, 10% റോയൽറ്റി കിട്ടും. കേന്ദ്രം സമ്മതിച്ചു, മമത വഴങ്ങിയില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പേരിൽ തർക്കം. ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ, അതായത് ഈ പെട്രോളിയം മൈനിങ്ങിന് വേണ്ടി ലീസിന് ഭൂമി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പേരിൽ തർക്കമുണ്ടാക്കുന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മമതാ ബാനർജി. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി 2024 നിരന്തരം ഇവരോട് ആവശ്യപ്പെട്ടു, എങ്ങനെയെങ്കിലും ഇത് അനുവദിക്കൂ. രാജ്യത്തിന് അമൂല്യമായ എണ്ണ നിക്ഷേപമുള്ള ഒരു സ്ഥലത്തെ എണ്ണക്കിണറുകൾ കുഴിക്കാൻ പറ്റാതെ അത് പാഴായി പോകുന്നു. നമുക്ക് എത്ര ലക്ഷം കോടി രൂപയാണ് എണ്ണ ഇറക്കുമതി ചെയ്യാൻ വിദേശങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്?
അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ അമൂല്യമായ വലിയ വിസ്തൃതമായ 24 കോടി ബാരൽ എണ്ണ മിനിമം കിട്ടുന്ന 4.5 ലക്ഷം കോടി വരെ വരുമാനമുണ്ടാക്കാവുന്ന എണ്ണയ്ക്ക് പുറമെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള സ്ഥലം കണ്ടെത്തി അവിടുത്തെ പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയിട്ട് ONGCക്ക് പൈപ്പുകൾ ഇടാനും എണ്ണ പമ്പ് ചെയ്യാനുമുള്ള അനുവാദം കൊടുക്കാതെ പിടിച്ചു വെച്ചു 2018 മുതൽ 2026 വരെ ഈ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി. ഭരണം മാറിയപ്പോൾ BJP നേതാവ് സാമിക് ഭട്ടാചാര്യ നിർമ്മല സീതാരാമനുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തി. നിർമ്മലയായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെയും റോയൽറ്റിയുടെയും കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെട്ടു. പെട്രോളിയം മന്ത്രാലയത്തിന് ഓഫ് ഷോറിലാണ് എണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്യാനേ അധികാരമുണ്ടായിരുന്നുള്ളൂ. നിങ്ങളത് പെർമിഷൻ കൊടുക്കൂ, ലീസ് അഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കൂ, സ്ഥലം വിട്ടുകൊടുക്കൂ എന്ന് പറയാൻ മാത്രമേ ഇക്കാലം അത്രയും പറ്റുമുള്ളായിരുന്നു. ഇപ്പോഴാ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ സർക്കാർ വന്നിരിക്കുന്നു. സുവേന്ദു സർക്കാർ നിർമ്മല സീതാരാമനും പെട്രോളിയം മന്ത്രാലയത്തിനും മറുപടി കൊടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അശോക് നഗറിലെ എണ്ണ ഖനനം എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ തയ്യാറാണ്. നോക്കൂ, നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കോടിക്കണക്കിന് ബാരൽ എണ്ണ നമ്മുടെ രാജ്യത്ത് പശ്ചിമ ബംഗാളിൽ കുഴിച്ചെടുക്കാൻ ആള് വരൂ എന്ന് പറഞ്ഞ് കാത്തുകിടക്കുകയാണ്. ഈ സ്ത്രീ കഴിഞ്ഞ 8 വർഷക്കാലം ആ ഫയലുകൾക്ക് മേൽ അടയിരുന്നു. കുഴിച്ചെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തക ചാനൽ ചർച്ചയെ ചോദിച്ചത്, ഇന്ത്യയിൽ പെട്രോളിയം ഇല്ലെങ്കിൽ ആത്മനിർഭരത ആ പദ്ധതികളുടെ ഭാഗമായി എന്തുകൊണ്ട് മോദി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല? ആ വിമർശനം ഉന്നയിച്ച, മണ്ടത്തരമാണെങ്കിലും അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ച ആ മാധ്യമ പ്രവർത്തക അശോക് നഗറിലെ ഈ എണ്ണപ്പാടങ്ങൾ ഉപയോഗിക്കാതെ 8 വർഷക്കാലം മമത അട്ടിമറിച്ചുവെന്നും ഇപ്പോൾ ബംഗാളിലെ BJP സർക്കാർ അതിന് വേണ്ടുന്ന നടപടികൾ എടുത്തിരിക്കുന്നു എന്നതും വാർത്തയാക്കുമോ? പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുമോ? വൈകുന്നേര ചർച്ചയിൽ അക്കാര്യം പറയുമോ? ഇല്ല. ഏതായാലും രാജ്യവിരുദ്ധത അടിമുടി കൊണ്ടു നടന്ന, രാജ്യവിരുദ്ധതയുടെ ആൾരൂപമായിരുന്ന ഈ മമതാ ബാനർജി പോയതിനു ശേഷം ബംഗാൾ വികസിക്കുകയാണ്. ബംഗാളിൽ എന്തുകൊണ്ടാണ് 15 വർഷക്കാലം മമത ഭരിച്ച 15 വർഷക്കാലത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നാട് വിട്ടു പോയത്? എന്തിനാണ്? ജോലി ഇല്ല, തൊഴിലവസരങ്ങളില്ല. BJP സർക്കാർ വന്നിരിക്കുന്നു, ഡബിൾ എഞ്ചിൻ സർക്കാർ ബംഗാളിൽ വന്നിരിക്കുന്നു. ഉറപ്പായും ഇനി ബംഗാളിൽ വികസനത്തിൻ്റെ പുതിയൊരു സൂര്യോദയമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ ആളുകളൊക്കെ പറയാണ്, എല്ലാവരും പറയുന്നത് എന്താ, നമ്മുടെ ഹോട്ടലൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന്. ഹോട്ടൽ പ്രവർത്തിക്കാത്തത് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ. തൊഴിലാളികളില്ല. ബംഗാളിലേക്ക് പോയവരിൽ നല്ല ശതമാനം തിരിച്ചു വന്നിട്ടില്ല. എന്താ കാരണം? ഒന്ന്, നല്ല ശതമാനം ആളുകൾ ബംഗ്ലാദേശികളും റോഹിംഗ്യൻസുമായിരുന്നു. അവരൊക്കെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി, ഇന്ത്യ വിട്ടുപോയി. രണ്ടാമത്, ബംഗാളിലെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. പുതിയ സർക്കാർ വന്നിരിക്കുന്നു, ഈ നാട്ടിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. 100, 200, 300 രൂപയിൽ താഴെയൊക്കെയാണ് ബംഗാളിലെ പ്രതിദിന കൂലി. അതുകൊണ്ടാണ് ഇവിടെ 1000, 1500 കിട്ടുന്ന കേരളത്തിലേക്ക് അവർ ഗൾഫിൽ പോകുന്നത് പോലെ ഓടി വന്നുകൊണ്ടിരുന്നത്. അവരുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളൊക്കെ വരാൻ പോവുകയാണ്. സർക്കാർ മാറിയിരിക്കുന്നു, പുതിയ സൂര്യോദയം വന്നിരിക്കുന്നു. വിടർന്ന താമര മലരുകളുടെ സൗരഭ്യമേറ്റ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് ബംഗാളിലെ ചെറുപ്പക്കാർ നാട്ടിലെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നോട് എറണാകുളത്തെ ഹോട്ടലിലെ ഉടമ എന്നോട് പറഞ്ഞു, വരുന്നില്ല. 11 പേരാണ് പോയത്, 7 പേരും വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് അവിടെ പണി കിട്ടുന്നു, ഇനി അവിടെ നന്നായി ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ബംഗാളിലെ ചെറുപ്പക്കാർ. ഏതായാലും ബംഗാളിലെ മാറ്റങ്ങളിൽ രാജ്യത്തിന് ഗുണമുണ്ടാകും. ആ തരത്തിലുള്ള നയങ്ങളാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത്. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൻ്റെ പ്രകൃതി വിഭവങ്ങളും എല്ലാം രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലം, ഒരു സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷാ നിർഭരമാണ്. നമുക്ക് അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമെന്നും ബംഗാളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അശോക് നഗറിൽ നിന്ന് ONGC കുഴിച്ചെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള ബ്രൻ ക്രൂഡ് നമുക്ക് ഉപയോഗിക്കാൻ, നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ നമുക്ക് വലിയ താമസമില്ലാതെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സുവേന്ദു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സർവാത്മന പിന്തുണ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ,
ഇന്ത്യ ലൈവ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യണേ.